CPIയുടെ ഭാവി ഇരുളടയുന്നു എന്നൊരു സംശയം. കാരണം CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടന്ന ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ CPMന് വിധേയപ്പെട്ട് കഴിയുന്നു CPI എന്നാണ് പലരുടെയും ആക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടെ ശക്തമായി. ബിനോയ് വിശ്വം പറയുന്നു, BJP കേരളത്തിൽ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കുന്നു എന്ന്. CPIയുടെ ഭാവി CPMനോടൊപ്പം തന്നെ തകരുകയാണോ? യഥാർത്ഥത്തിൽ CPIക്കും ഭാവിയില്ല, CPMനും ഭാവിയില്ല, കമ്മ്യൂണിസത്തിന് തന്നെ ഭാവിയില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിൽ സോവിയറ്റ് യൂണിയന്റെ പദത്തോടെ ഇല്ലാതായി. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് പറയെങ്കിലും അവിടെ ചൈന ഇന്നിപ്പം ഏകാധിപത്യ മുതലാളിത്ത രാജ്യമാണ്. റഷ്യയാണെങ്കിൽ പല കഷങ്ങളായി പോയി എങ്കിലും ഇപ്പോഴത്തെ റഷ്യ എന്ന് പറയുന്നത് അതും ഒരു ഏകാധിപത്യ മുതലാളിത്ത രാജ്യമാണ്. ഉത്തര കൊറിയ സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെ എന്താ, കിങ് വിൽ സിംഗിന്റെ കാലം മുതൽ തന്നെ ഏകാധിപത്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഭരിക്കുന്ന, അതിനേക്കാൾ വലിയ ഏകാധിപത്യം. പിന്നെ ഫെഡറൽ കാസ്ട്രോ ഭരിച്ചിരുന്ന ക്യൂബയുടെ സ്ഥിതി എന്താ, വിയറ്റ്നാമിന്റെ സ്ഥിതി എന്താ, ലാവോസിന്റെ സ്ഥിതി എന്താ? അപ്പൊ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലായി കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ തുരുത്തം എന്ന് പറയുന്നത് കേരളമാണ്, വേറെ ഒരിടത്തുമില്ല. ഇന്ത്യയിലൂടെയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു കാലത്ത് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്ത്യയിൽ 57 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ മുഖ്യ കക്ഷി ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മൂന്നാമത്തെ കക്ഷിയായിരുന്നു സോഷ്യലിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന, അഭിവൃദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവെന്ന നിലയാണ് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായത്. പ്രതിപക്ഷ നേതാവിന് വേണ്ടി പറഞ്ഞതനുസരിച്ച് ഉള്ള അംഗസംഖ്യ ഇല്ലെങ്കിൽ പോലും ഒരു ജനാധിപത്യവാദിയായ നെഹ്റു AKജിയെ പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കും, എല്ലാ ആദരവും കൊടുത്തു. അതാണ് സത്യം. ഇനി 64 സ്പ്ലിറ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 64 സ്പ്ലിറ്റിൽ ഔദ്യോഗിക പക്ഷത്തുനിന്നും വേറിട്ട് പോയവരാണ് CPIക്കാർ. പക്ഷെ ഔദ്യോഗിക പക്ഷത്തു നിന്ന് വേറിട്ട് പോയ CPMനോടൊപ്പമായിരുന്നു ബംഗാളിലും കേരളത്തിലും അണികൾ. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നോക്കക്കാർ 2 സ്ഥലങ്ങളിലും അവരോടൊപ്പം നിന്നു എന്നതാണ് സത്യം. 64 മുതൽ തന്നെ CPI ഗതി തീർന്നു. CPI 67 EMS രൂപീകരിച്ച മുന്നണികൾ ഗതികേട് കൊണ്ട് വീണ്ടും ചേർന്ന് അതിൽ ചേർന്ന് അവർ 4 മന്ത്രിമാരായി അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ കൂടെ വന്നപ്പോഴാണ് അവിടെ പ്രതാപകാലം ആരംഭിച്ചത്. കോൺഗ്രസിന് 1959 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരനെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു. പക്ഷെ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് നേതൃത്വം അച്യുത് മേനോൻ സീനിയറായ ആളാണ്, ഒരു മാന്യനായ ആളാണെന്നുള്ളത് കോൺഗ്രസ് തന്നെയാണ് അച്യുത് മേനോനെ ആക്കിയത്. 69 കഴിഞ്ഞ് 70 അച്യുത് മേനോൻ വന്നു, കാലാവധി കഴിഞ്ഞ് ഭരിച്ചു. അപ്പൊ 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടി ആർക്ക്? അച്യുത് മേനോൻ. അത് കഴിഞ്ഞ് കരുണാകരൻ വന്നു, 1 മാസം കഴിഞ്ഞു ആന്റണി വന്നു. ആന്റണി രാജിവെച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പരവേന്ദ്രനാഥന്റെ പേരാണ് വന്നത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി PK വാസുദേവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ 69 മുതൽ 79 വരെയാണ് CPIയുടെ സുവർണകാലം. അന്ന് MM ഗോവിന്ദൻ ഇലക്ട്രിസിറ്റി മന്ത്രി, നമ്മുടെ TV തോമസ് വ്യവസായ മന്ത്രി, അവർക്കൊക്കെ ശോഭിക്കാൻ പറ്റി. അതിന് കഴിഞ്ഞ ശേഷം CPIയുടെ അഖിലേന്ത്യാ നയം അനുസരിച്ച് PK വാസുദേവൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് EMSന്റെ മുമ്പിൽ ഓച്ചാരി നിൽക്കുന്ന അവസ്ഥ വന്നു. അന്ന് മുതൽ അവരുടെ പതനം ആരംഭിച്ചു. അവർക്ക് ആ മുന്നിൽ എന്ത് സ്ഥാനമാണുള്ളത്? ധനകാര്യം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, വിദ്യാഭ്യാസം, വ്യവസായം, തദ്ദേശ ഭരണം, ആരോഗ്യം, അങ്ങനെ പ്രധാന വകുപ്പുകൾ കൊടുത്തിട്ടില്ല. സ്ഥിരമായി കുറേ വകുപ്പുകൾ. അതുകൊണ്ട് അവർ കാലായപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മോങ്ങും, അത്രയേ ഉള്ളൂ. അത് PK വാസുദേവൻ പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ഒരു ഉണ്ടാക്കിയില്ല. വെളിയം ഭാർഗവന്റെ കാലത്താണ് ഇപ്പൊ തന്നെ ആശാൻ വെടിപൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അവസാനം ഒരു കുന്തം ഉണ്ടാകത്തില്ല. ചന്ദ്രപ്പം വന്നപ്പോഴും അത് കരച്ചിലായിരുന്നു, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. കാനം വന്നപ്പോൾ കുറച്ച് ഊർജ്ജസ്വലമായിട്ട് നിന്നെങ്കിലും കാനം അവസാനം കീഴടങ്ങി. ബിനോയ് വിശ്വം ആണെങ്കിൽ ഇന്ന് പറയുന്ന എല്ലാം വൈകുന്നേരം പറയുന്നത്, കാലത്ത് മാറും തിരിഞ്ഞും പറയും. അപ്പൊ അങ്ങനെ CPIക്കാർക്ക് CPI എങ്ങോട്ട് പോകുന്നു അവർക്കൊരു നിശ്ചയമില്ല. പിന്നെ അവര് യജമാനന്റെ പറമ്പിൽ കഴിയല്ലേ, കുടികിടപ്പുകാർ ദാസ്യപ്പണി തന്നെ ചെയ്യുന്നു. അത് പാരതന്ത്ര്യം വിധികൽപ്പിതമാണ് എന്ന് പറയാറില്ലേ, അത് തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ തന്നെ സമ്മേളനം നടന്നു. സമ്മേളനത്തിന് മുമ്പ് തൃശ്ശൂരിൽ മീറ്റിംഗ് നടന്നപ്പോൾ MA ബേബി മീറ്റിംഗിൽ അച്യുത മേനോന്റെ പേര് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞു. തൃശ്ശൂരിലുള്ള ആളുകളെ കുറിച്ച് എല്ലാം പറഞ്ഞപ്പോൾ അച്യുത മേനോന്റെ പേര് പറഞ്ഞില്ല. ആലപ്പുഴ സമ്മേളനത്തിൽ സമ്മേളന വേദിയിലെത്തിയ പിണറായി വിജയൻ CPIയുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ CPIയോടും അതിന്റെ ഏറ്റവും ഉന്നതനായ ചരിത്രവിഷ്ണുവായ അച്യുത മേനോനോടുള്ള നിലപാട് വ്യക്തമല്ലേ? പക്ഷെ ആ സമ്മേളന വേദി വെച്ച് കനൽ എന്ന് പറയുന്ന ഒരു YouTube ചാനല് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ബിനോയ് പറഞ്ഞു, ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന അച്യുത മേനോന്റെ ഭരണകാലം
ജനങ്ങളിൽ എത്തിക്കാനാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന സുവർണകാലം അതാണ് അച്യുതാനന്ദൻ മന്ത്രിസഭ. അത് അയറിഞ്ഞ് കഴിയാനല്ലേ പറ്റൂ. അതായത് അതിനുശേഷം അവർക്ക് അവരുടേതായ എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ടോ? സത്യം പറഞ്ഞാൽ CPIയുടെ രാഷ്ട്രീയ സ്വത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ CPIയുടെ ഭാവി എന്താണെന്നാണ് രണ്ടു ചോദിച്ചത്. CPIയുടെ ഭാവിയെ കുറിച്ച് മാത്രം നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമല്ല. മുങ്ങാറായി നിൽക്കുന്ന കപ്പലിൽ തന്നെയാണ് CPIയും CPIയും ഒരുമിച്ച് മുങ്ങും. അല്ല, വൻമരത്തിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്, ഇത് വളരാൻ അനുവദിക്കത്തുമില്ല. അല്ല, വൻമരം തന്നെ കടവഴി വീണ് എന്ത് ചെയ്യും? ഇപ്പൊ വൻമരം തന്നെ കടവഴി വീണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വൻമരം കടവഴി നിന്നാൽ കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ സ്ഥലമായിരിക്കും ഇത്. അപ്പോൾ CPMനോടൊപ്പം CPIയും ബലിപീഠത്തിലാവും എന്നതിന്റെ അർത്ഥമുള്ളൂ. ഈ 100 വർഷം തികയാൻ പോകുന്ന പാർട്ടിയാണ്. അപ്പൊ 100 വർഷം തികയാൻ പോകുന്നത് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ എന്താ? കാറൽ മാർക്സിന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ ലണ്ടനിൽ പണ്ട് പോയപ്പോൾ ഒരു ചരിത്ര മിഷൻ എന്ന നിലയിൽ കാറൽ മാർക്സിന്റെ ശവകുടീരത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. ആ സാധനം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു പുഷ്പചക്രമൊക്കെ ആയിട്ട് പോയി. കാറൽ മാർക്സ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കാട് പിടിച്ച് കിടക്കുന്ന ഒരു ശവത്തിൽ ചെന്നപ്പോഴത്തേക്കൊണ്ട് ഒരിടത്ത് അത് വർഷത്തിൽ പോലും അവിടെ വളരെ അപൂർവ സന്ദർശനം എത്താതെ അവിടെ പണ്ടങ്കാണ്ട് സമർപ്പിച്ച റീത്തിന്റെ അങ്ങോട്ട് അവശിഷ്ടമുണ്ട്. അതാണ് കാറൽ മാർക്സിന്റെ ശവകുടീരം. അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം കാരണം കണ്ടപ്പെടുകയും ചരിത്രത്തിന്റെ താളുകളിൽ മറയുകയും ചെയ്തവരെ കുറിച്ച് ഇനി നമ്മൾ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ബിനോയ് വിശ്വം പറയുന്ന തരത്തില് BJPയെ ഇവിടെ ഭയക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ബിനോയ് വിശ്വം പറയുന്നത് BJP ഭയക്കുന്നത് CPM ആണോ? അതായത് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കൂടുതൽ കിട്ടി, സത്യമല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൂട്ടി, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വോട്ട് കിട്ടിയില്ല. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എപ്പോഴും CPMഉം കോൺഗ്രസും തമ്മിലാണ് മത്സരം. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ വോട്ട് കൂടുന്നതോടൊപ്പം തന്നെ CPMന്റെ വോട്ട് കുറയും, സമാന്തരമായി BJP വോട്ട് കൂടുകയും ചെയ്യും. ഇത്തവണ BJP വോട്ട് കൂടാനുള്ള കാരണം എന്താ? ഇപ്പൊ തിരുവനന്തപുരത്തെ ആറ്റിങ്കൽ മണ്ഡലം അത് CPMന് ശക്തിയുള്ള കേന്ദ്രമാണ്, പിന്നോക്കക്കാർ ഉള്ള സ്ഥലമാണ്. ആലപ്പുഴ CPMന് ശക്തിയുള്ള സ്ഥലമാണ്. ആ ആലപ്പുഴ ഉള്ള നമ്മുടെ പാലക്കാട് ജയിച്ചതാരാ? മണികണ്ഠൻ അല്ല, ശ്രീകണ്ഠനാണ്. അതുപോലെ തന്നെ CPMന് ശക്തിയുള്ള അടിത്തറയുള്ള സ്ഥലങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് പോയതിനേക്കാൾ കൂടുതൽ BJPക്ക് പോയി. മാത്രമല്ല തൃശ്ശൂരിൽ CPMന്റെ വോട്ട് മറിഞ്ഞതുകൊണ്ട് തന്നെയാണ്, കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞാണ് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്പോൾ ഭയക്കേണ്ടതാരെ എന്നുള്ള സംബന്ധിക്കുമ്പോൾ CPIയുടെയും CPMന്റെ വോട്ട് ചോരുന്നത് കോൺഗ്രസിലേക്കല്ല. കോൺഗ്രസിന് കിട്ടുന്നത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ജനങ്ങളുടേതാണ്. പക്ഷെ അണികളുടെ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ നിന്നും വിട്ടുപോകുന്ന അണികൾ പോകുന്നത് BJPയിലേക്കാണെന്നുള്ള തിരിച്ചറിവും CPMനുണ്ടായതുകൊണ്ട് അവർ പുറത്തു, അതുകൊണ്ടാണുള്ള ഈ അയ്യപ്പ സംഘമൊക്കെ. പക്ഷെ CPIക്കുണ്ട്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം അത് പറയാൻ തയ്യാറായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ BJPയുടെ വളർച്ചയിൽ നഷ്ടം കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് CPIക്കാണ്. നമ്മൾ തൃശ്ശൂർ കാണേണ്ടതും അവരുടെ സീറ്റാണ് നഷ്ടപ്പെട്ടത്, സുരേഷ് ഗോപി വിജയിച്ചതും ഒക്കെ. തിരുവനന്തപുരത്ത് ദയനീയമായിട്ടുള്ള പരാജയം അല്ലെ, 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അത് BJPയുടെ വളർച്ച മാത്രമല്ല, അതായത് CPMന്റെ അണികൾക്കുള്ള ഒരു പ്രശ്നം, അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരാണെങ്കിൽ അവർ പാടുപെട്ട് പണിയെടുക്കും. CPIയുടെയോ ഘടകകക്ഷികളുടെയോ അല്ലെങ്കിൽ സ്വതന്ത്രനോ ആരെങ്കിലും മത്സരിക്കുകയാണ് അവർ വീട്ടിൽ കിടന്നു തുടങ്ങും. പണ്ടേ തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും കുടിപ്പക ഇപ്പോഴും CPIയോട് CPM അണികൾക്കുണ്ട്. അതുകൊണ്ട് ഈ CPMനുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ഉത്തരവാദിത്വം CPM വോട്ടുകൾ മുഴുവൻ കിട്ടുന്നില്ല. BJP വോട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, CPMനെ സംബന്ധിച്ചോളം അവർക്ക് CPIയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യമില്ല. കാരണം ഒരു കാലത്ത് അവര് തള്ളിപ്പറഞ്ഞവരാണല്ലോ. രണ്ടാമത് റഷ്യക്ക് വേണ്ടി നിന്ന ആളാണ് CPI, ചൈനയ്ക്ക് വേണ്ടി നിന്ന ആളാണ് ഇപ്പൊ റഷ്യയും ചൈനയും ഒന്നും പ്രശ്നമല്ല എങ്കിൽ പോലും CPMന്റെ കണ്ണിലെ കരടാണ് എപ്പോഴും CPI. അതിപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് എത്ര തെരഞ്ഞെടുപ്പുകൾ വന്നാലും CPIയോട് ഉള്ള ഒരു ചിറ്റപതയം ഇപ്പോഴും തുടരുന്നുണ്ട്. അസത്യമാണ്. വലിയേട്ടം തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.